ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ന് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യനും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എക്കോണമി. ഓക്കെ, സോ എക്കോണമിക് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, ഇൻകം ടാക്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Statement 1. In India, income from allied agricultural activities like poultry farming and wool rearing in rural areas is exempted from any tax. Okay, so പറഞ്ഞിരിക്കുന്നത് അലീഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള പോൾട്രി ഫാമിംഗ്, വൂൾ റെയറിംഗ് എല്ലാം ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ് എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇൻ ഇന്ത്യ റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ഈസ് not considered as a capital asset under the provisions of the Income Tax Act. Okay, which of the following is correct in respect of the above statement? മുകളിൽ കൊടുത്തിരിക്കുന്നത് ഏതാണ് ശരി തെറ്റ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തായിരിക്കും? ഇൻകം ടാക്സ് ആക്ട് പെർട്ടിക്കുലർലി നമ്മൾ പഠിക്കുന്ന ഒരു ആക്ട് അല്ല. അതായത് അതിന്റെ ഓരോ പ്രൊവിഷനും എടുത്തിട്ട് നമ്മൾ പഠിക്കാറില്ല. നിങ്ങൾ ഇൻകം ടാക്സിൽ ഒരു സബ്ജക്ട് പേപ്പർ ആയിട്ട് എടുത്തിട്ട് വന്നിരിക്കുന്നവരല്ല, പകരം നിങ്ങൾ UPSC പഠിക്കുന്നവരാണ്. സോ ഹൗ യു വിൽ ആൻസർ ദിസ് വിത്ത് ലോജിക്കിലൂടെ എങ്ങനെ ആൻസർ എഴുതും? സോ എക്കണോമിക്സിൽ നിങ്ങൾ എന്താണ് നമ്മളുടെ എക്കണോമിക്സ് ടോപ്പിക്കുകൾ നിങ്ങൾ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും. ഇൻകം ടാക്സ് ആക്ടിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദെൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്ഷറി സെക്ടർ, ഇതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ അസറ്റുകളെ കുറിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമ്മളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഇതിനെ ശരിയാക്കും എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തോ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ആർട്ടിക്കിൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? നമ്മളുടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് ശബരിമലയുടെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, വലിയ വിവാദങ്ങൾക്ക് വീണ്ടും തിരികൊളുത്തിയിരിക്കുകയാണ്. ഇവിടെ ശബരിമലയും കൊള്ളയും UPSC പെർസ്പെക്റ്റീവിൽ എന്ത് ഇമ്പോർട്ടൻസ് ആണുള്ളത്? അത്ര വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടോ? സോ ശബരിമലയുടെ ഒരു ജിയോഗ്രഫിക്കൽ പൊസിഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ ഞാനിവിടെ ശബരിമല പെർട്ടിക്കുലർലി എടുത്തല്ല പറയാനായിട്ട് പോകുന്നത്. ഒരു ഡയറ്റിയുടെ, ഒരു ദൈവത്തിന്റെ, ഒരു ദേവതയുടെ, ഒരു ഡയറ്റിയുടെ ലീഗൽ സ്റ്റാറ്റസ് ഇന്ത്യയിൽ എന്താണ്? ഒരു ഡയറ്റിയുടെ ലീഗൽ സ്റ്റാറ്റസ് ഇന്ത്യയിൽ എന്താണ്? സോ ഡയറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർലി ലീഗൽ പൊസിഷൻസ് ഇന്ത്യയിലുണ്ടോ? തീർച്ചയായിട്ടും ഇന്ത്യയിൽ ലീഗൽ പൊസിഷൻസ് ഉണ്ട്. അത് പർട്ടിക്കുലർലി ഒരു ടൂറിസ്റ്റ് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഡയറ്റി ഇന്ത്യയിൽ ഒരു ലീഗൽ പേഴ്സൺ ആണ്. ഓക്കെ, സോ ഡയറ്റി ഇന്ത്യയിൽ ഒരു ലീഗൽ പേഴ്സൺ ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന് അർത്ഥം വരുന്നത്? അതായത് സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ഡയറ്റിക്ക് നിൽക്കാനായിട്ടുള്ള അധികാരം ഇന്ത്യയിലുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന് ഭൂമി വാങ്ങാനായിട്ട് പറ്റും. ഓക്കെ, ഒരു ദൈവത്തിന്റെ പേരിൽ, അയ്യപ്പന്റെ പേരിൽ വേണമെങ്കിൽ ഭൂമി വാങ്ങാനായിട്ട് പറ്റും. ഭൂമി സ്ഥാപന ജംഗമ വസ്തുക്കൾ സ്വരൂപിക്കുന്നതിനും അത് ക്രയവിക്രയം ചെയ്യുന്നതിനുമുള്ള അധികാരമുണ്ട്. ദെൻ സ്യൂ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണല്ലോ നമുക്ക് ശബരിമല ജഡ്ജ്മെന്റ് വന്നത്. അതെ, സോ സ്യൂ ചെയ്യാനായിട്ട് പറ്റും. ദെൻ എന്താണ്? എന്തെങ്കിലും ട്രസ്റ്റുകൾ ഫോം ചെയ്യാനായിട്ടും അത് നോക്കി നടത്താനായിട്ടുള്ള അധികാരങ്ങൾ ഇങ്ങനെയുള്ള ലീഗൽ പേഴ്സൺസിന് കൊടുത്തിട്ടുണ്ട്. സോ എവരി ഡയറ്റി in India is considered as a legal entity or a legal person. So separate legal person. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത ചോദ്യം, ഇങ്ങനെയുള്ള ലീഗൽ പേഴ്സൺസിന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടോ? സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺസിന് ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടോ? എന്താണ് നിങ്ങളുടെ ആൻസർ? നമ്മളുടെ ദൈവത്തിന് ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടോ? മനുഷ്യർക്ക് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളുടെ സെക്ഷൻ 12 മുതൽ 35 വരെയുള്ള കാര്യങ്ങളിൽ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഇത് ഡയറ്റിക്ക് ആപ്ലിക്കബിൾ ആണോ? ആപ്ലിക്കബിൾ ആണ്. ഇതിൽ പേഴ്സൺസ് എന്ന് പറയുന്ന എല്ലാ സന്ദർഭങ്ങളിലും, വിച്ച് മീൻസ് ആർട്ടിക്കിൾ 14 എന്താണ്?
ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. സ്റ്റേറ്റ് ഏതൊരു വ്യക്തിയുടെയും, സോ അവിടെ വ്യക്തി എന്ന് ഉദ്ദേശിക്കുന്നത് പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നതിൽ എന്താണ്, ലീഗൽ പേഴ്സൺസും മറ്റുള്ള എന്താണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീസ് ഫോർ കമ്പനീസ് പോലെയുള്ള സ്ഥാപനങ്ങൾ, ദെൻ എന്താണ് വാറന്റും സീലും ഉള്ള എല്ലാ സംഭവങ്ങളും എന്തിൽ പെടും, ആ ലീഗൽ പേഴ്സൺസിൽ അല്ലെങ്കിൽ പേഴ്സൺ എന്ന് പറയുന്ന ഡെഫിനേഷനിൽ പെടും. സോ ഡയറ്റി ഹാസ് സം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 21. സോ സിറ്റിസൺ എന്ന് എടുത്തു പറയാത്ത എല്ലാ സന്ദർഭങ്ങളിലും ഫണ്ടമെന്റൽ റൈറ്റ്സും ആർക്ക് ആപ്ലിക്കബിൾ ആണ്, ഡയറ്റി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആപ്ലിക്കബിൾ ആണ്. രണ്ടാമത്തെ ചോദ്യം, ഓക്കെ, രണ്ടാമത്തെ ചോദ്യമല്ല, രണ്ടാമത്തെ ഒരു ഡിസ്കഷൻ. ഇന്ത്യയിൽ പർട്ടിക്കുലർലി ഡയറ്റിയെ ഒരു പെർപെക്ച്വൽ മൈനർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, സോ ഈ പെർപെക്ച്വൽ മൈനർ എന്ന് പറയുന്ന കാര്യം പണ്ട് നമ്മളുടെ ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എന്താണ് സ്വർണമല്ല നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ ഉണ്ടായല്ലോ. സോ അന്ന് പലപ്പോഴും വാർത്തകളിൽ ഉണ്ടായിരുന്ന ഒരു വേർഡിംഗ് ആണ് ദ ഡയറ്റി ഈസ് എ പെർപെക്ച്വൽ മൈനർ. ഡയറ്റി ഈസ് എ പെർപെക്ച്വൽ മൈനർ. എന്താണ് പെർപെക്ച്വൽ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പെർപെക്ച്വൽ മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാലാന്തരമായിട്ട് പെർപെക്ച്വൽ സക്സഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലപ്പോഴും, അല്ലെങ്കിൽ പെർപെക്ച്വൽ ഇൻവെന്ററി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ കാലങ്ങൾക്ക് അനുസൃതമായിട്ട്, അതായത് കാല വ്യത്യാസമില്ലാണ്ട് അദ്ദേഹത്തെ ഒരു മൈനർ ആയിട്ടാണ് കോടതികൾ അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റംസ് കണക്കാക്കിയിരിക്കുന്നത്. ഓക്കെ, സോ ഇന്ത്യയിൽ ഡയറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡയറ്റി ഈസ് എ പെർപെക്ച്വൽ മൈനർ. സോ അത് പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞ ഒരു കേസാണ് രാധാ വല്ലഭ്ജി വേഴ്സസ് ദ ബോർഡ് ഓഫ് റവന്യൂ കേസ് ഓഫ് 1967. ഓക്കെ, സോ അഫേംഡ് ദാറ്റ് ദ ഡയറ്റി ഈസ് എ പെർപെക്ച്വൽ മൈനർ. പിന്നീട് പല കേസുകളിലും കോടതി എടുത്തു പറയുന്നുണ്ട് ഡയറ്റി ഒരു പെർപെക്ച്വൽ മൈനർ ആണ്. സോ ഇദ്ദേഹം മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനറിന് ഇന്ത്യയിൽ ലീഗാലിറ്റിയിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് ചില എന്താണ് വ്യവസ്ഥകളുണ്ട്. ഫോർ എക്സാമ്പിൾ ആരെങ്കിലും ഗാർഡിയൻഷിപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ പെർപെക്ച്വൽ മൈനർ ആയിട്ടുള്ള ഡയറ്റി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴോ സിവിൽ കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവർ കൃത്യമായിട്ടുള്ള ലീഗാലിറ്റീസ്, ലീഗൽ കാര്യങ്ങൾ, ഒരു മൈനറിന് എങ്ങനെയാണോ ലീഗാലിറ്റീസ് ഉള്ളത് അത് ഫോളോ ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ദ കേസ് റിലേറ്റഡ് ടു ദ പെർപെക്ച്വൽ മൈനർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, സോ വെറുതെ ഒരു വാർത്ത മാത്രമല്ല ഇത്. UPSC ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ, ലീഗൽ ആസ്പെക്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. എന്താണ്? ഒന്ന്, സെപ്പറേറ്റ് ജൂറിസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ലീഗൽ പേഴ്സൺ എന്ന് പറയുന്ന എൻറ്റിറ്റി ആണ് നമ്മളുടെ എല്ലാ ഡയറ്റുകളും എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ദെൻ പെർപെക്ച്വൽ മൈനറിന്റെ കൺസെപ്റ്റും നമ്മൾ പഠിച്ചു. ഓക്കെ, സോ ക്ലിയർ ആയോ എന്താണ് പെർപെക്ച്വൽ മൈനർ ആൻഡ് സെപ്പറേറ്റ് ജൂറിസ്റ്റ് പേഴ്സൺ എന്നുള്ളത്? ഓക്കെ, ഇനി ഡയറ്റുകൾക്ക് മാത്രമാണോ പെർപെക്ച്വൽ മൈനർഷിപ്പ് അല്ല സെപ്പറേറ്റ് ജൂറിസ്റ്റ് പേഴ്സൺ നിലനിൽക്കുക? സോ ഡയറ്റുകൾക്ക് മാത്രമുള്ള ഒരു പ്രതിഭാസമാണോ? ദേവീ ദേവതകൾക്ക് മാത്രം, യേശു ക്രിസ്തുവിനും എന്താണ് ശ്രീകൃഷ്ണനും മാത്രമുള്ള ഒരു പ്രതിഭാസമാണോ? അല്ല. ഇന്ത്യയിൽ 2017 ഒരു കേസ് നടന്നു. മുഹമ്മദ് സലീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തരാഖണ്ഡ് കേസ്. ഫേമസ് കേസ് ലോ ആണ്. എഴുതി വെക്കേണ്ടവരെ എഴുതി വെക്കുക. നിങ്ങൾ എന്താണ് രാധാ വല്ലഭ്ജി വേഴ്സസ് ബോർഡ് ഓഫ് റവന്യൂ എന്ന് പറയുന്ന കേസ് മറന്നുപോയി കഴിഞ്ഞാലും ഞാൻ ഒന്നും പറയില്ല. പക്ഷേ മുഹമ്മദ് സലീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തരാഖണ്ഡ്, ഇറ്റ് ഈസ് ദ നിയറസ്റ്റ് കേസ് ലോ. ഇടെ സംഭവിച്ച ഒരു കേസ് ലോ ആണ്. ഓക്കെ, സോ മുഹമ്മദ് സലീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന 2017 കേസ് ലോയിൽ എന്താണ് പറഞ്ഞത്? റിവർ ഗംഗ, യമുന അങ്ങനെയുള്ള റിവേഴ്സിനും ഒരു ലീഗൽ പേഴ്സണിന്റെ സ്റ്റാറ്റസ് കൊടുത്തു. സോ എന്തിനു വേണ്ടിയിട്ടാണ് ലീഗൽ പേഴ്സണിന്റെ സ്റ്റാറ്റസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 21 കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 21 എന്താണ് സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? റിവർ ഗംഗയ്ക്കും യമുനയ്ക്കും. ദെൻ മൗണ്ടെയിൻസിന് നമ്മൾ ഇപ്പൊ ആരവല്ലി പോലെയുള്ള മൗണ്ടെയിൻസിന് സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ് നമ്മൾ കൊടുക്കാറുണ്ട്. സോ അൺലെസ് എടുത്ത് പറയുന്നത് വരെ ഒരു ലീഗൽ സ്റ്റാറ്റസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇങ്ങനെ എടുത്ത് റിവർ ഗംഗയ്ക്ക് ഉണ്ട്, യമുനയ്ക്ക് ഉണ്ട് എന്നൊന്നും പറയണ്ട. എല്ലാ സംഭവങ്ങൾക്കും, എല്ലാം പ്രകൃതിയിലുള്ള എല്ലാ സംഭവങ്ങൾക്കും എന്തുണ്ട്? ഒരു സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ഇൻ ദ കേസ് വിച്ച് കേസ് മുഹമ്മദ് സലീം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തരാഖണ്ഡ് കേസ് ഓഫ് 2017. ഓക്കെ,
സോ ആ ഒരു കാര്യം കൂട്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് ഡിസ്കഷൻ, എഡിറ്റോറിയൽ, ഡി ഡോളറൈസേഷൻ ഫിയർ. അപ്പോൾ എന്താണ് ഡി ഡോളറൈസേഷൻ എന്നറിയണം. ദെൻ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇറ്റ്സ് എ പെട്രോ ഡോളർ. എന്താണ് പെട്രോ ഡോളർ? ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ അറിയണം. അതായത് റഷ്യൻ ഓയിൽ വാങ്ങുന്നവർക്കെതിരെ 500% താരിഫ് അടിച്ചു തരും. ഇന്നലത്തെ വാർത്തയായിരുന്നു. മഡൂറോയെ എന്ത് ചെയ്തു? പിടിച്ചുകൊണ്ടുപോയി. കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തയായിരുന്നു. ഈ രണ്ട് സന്ദർഭങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്? ഈ രണ്ട് സന്ദർഭങ്ങളും നമ്മളുടെ US ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് ഈ ഡോളറൈസേഷന്റെ ഫിയർ കാരണമാണ് എന്നാണ് ഇന്നത്തെ ആർട്ടിക്കിൾ എടുത്തു പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ഡി ഡോളറൈസേഷൻ? അതിനു മുൻപ് എനിക്ക് പെട്രോ ഡോളർ എന്താണെന്ന് പറയണം. പെട്രോ ഡോളറിനെ കണക്ട് ചെയ്തുകൊണ്ട് ഡി ഡോളറൈസേഷൻ പറയാം. പെട്രോ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1940-50 കാലഘട്ടം, സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയം. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞു, നമ്മളുടെ യുണൈറ്റഡ് നേഷൻസ് ഫോം ചെയ്തു. അതിനുശേഷം ലോകത്ത് എങ്ങനെയായിരുന്നു പെട്രോളിന്റെ കച്ചവടം നടന്നുകൊണ്ടിരുന്നത്? ഇറ്റ് ഈസ് പർട്ടിക്കുലർലി ഇൻ ഗോൾഡിലായിരുന്നു. ഓക്കെ, സോ പെട്രോള് ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരുന്നത് എന്തിലായിരുന്നു? ഗോൾഡിലായിരുന്നു. ഓക്കെ, സോ ഗോൾഡിൽ പെട്രോൾ ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗോൾഡിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, അല്ലേ? ഗോൾഡിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. സോ ഗോൾഡിന് വില കൂടും. സോ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ടുള്ള കാലഘട്ടങ്ങളിൽ നമ്മളുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഗോൾഡ് വാങ്ങിച്ചത് കൊണ്ടല്ല ഗോൾഡിന് വില കൂടിയത്. പകരം എന്താണ്? ഗോൾഡ് ലോക മാർക്കറ്റുകളിൽ ഒരു ഡിമാൻഡ് ഉള്ള വസ്തുവായിട്ട് മാറി. പർട്ടിക്കുലർലി ക്രൂഡ് ഓയിൽ ട്രാൻസ്ഫറുകൾ ചെയ്തുകൊണ്ടിരുന്നത്, ക്രൂഡ് ഓയിൽ ട്രാൻസാക്ഷനുകൾക്ക് നൽകിയിരുന്ന ഏറ്റവും സോളിഡ് ആയിട്ടുള്ള കറൻസി ആയിരുന്നു എന്ത്? നമ്മളുടെ ഗോൾഡ് എന്ന് പറയുന്നത്. 1970 കാലഘട്ടങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളത് ഇന്ത്യ ഇസ്രായേൽ റിലേഷൻ അല്ലെങ്കിൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവുമായിട്ട് നടന്നിട്ടുള്ള ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1971-72 കാലഘട്ടങ്ങളിൽ യോം കിപ്പൂർ വാർ എന്ന് പറഞ്ഞൊരു വാർ നടന്നു. ഓക്കെ, അറബ് ഇസ്രായേൽ വാർ എന്നറിയപ്പെടുന്ന ഒരു വാറാണ്. സോ ഈ വാർ നടക്കുന്ന സന്ദർഭങ്ങളിൽ, സോ ഈ യോം കിപ്പൂർ വാർ അല്ലെങ്കിൽ അറബ് ഇസ്രായേൽ വാർ നടക്കുന്ന സമയത്ത് എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ, ഈ അറബ് കൺട്രീസ് ആണ് ഓയില് ലാർജ്ലി ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എണ്ണപ്പാടങ്ങളുടെ ഖനനമുള്ളത്. വെനിൻസുല അപ്പുറം ഉണ്ട്, നമുക്കറിയാം. പക്ഷേ അവിടെ കുഴിച്ചെടുക്കുന്ന പ്രക്രിയ ഒന്നും ഇല്ല. അവിടെ ഉണ്ട്, താഴെയുണ്ടോ? താഴെയുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, പക്ഷേ അറബ് കൺട്രീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓയിൽ കുഴിച്ചെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഹ്യൂജ്ലി എക്സ്പോർട്ടും ചെയ്തിരുന്നു. ഇവര് പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഞങ്ങൾ ഇനി ആവശ്യമുള്ള ഓയിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. നിങ്ങൾ യോം കിപ്പൂർ വാർന്നോ ഇസ്രായേൽ വാർന്നോ എന്തൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാലും ഞങ്ങൾ എന്താണ്, ഞങ്ങൾ ആവശ്യമുള്ള ഓയിലേ ക്രിയേറ്റ് ചെയ്യുള്ളൂ. ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളുടെ കയ്യിൽ സോഴ്സ് ഉണ്ട്, ഞങ്ങൾ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും. വാങ്ങാൻ കെൽപ്പുള്ളവർ വാങ്ങിയാൽ മതി. ഇതായിരുന്നു അറബ് കൺട്രീസിന്റെ നയം. ഓക്കെ, സോ അന്ന് USA ആരുടെ പക്ഷത്താണ്? ഓഫ് കോഴ്സ് ഇസ്രായേലിന്റെ പക്ഷത്താണ്. ഓക്കെ, നമ്മളുടെ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ ഓയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്തിലായിരുന്നു? ഓയിലിലായിരുന്നു. ഓക്കെ, അന്ന് യു എസ് എയിൽ നിന്ന് USA ഒരു ഉഗ്രൻ ഡിപ്ലോമാറ്റിനെ ഒരു പ്ലെയിനിൽ കയറ്റിയിട്ട് നമ്മളുടെ സൗദി അറേബ്യയിലേക്ക് അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്സൺ ഇറക്കി വിട്ടു. ഹിസ് നെയിം ഈസ് ഹെൻറി ഹെസിംഗർ. സോ ഇദ്ദേഹം, ഈ ഡിപ്ലോമാറ്റ് നമ്മളുടെ സൗദി അറേബ്യയിലേക്ക് പോയിട്ട് സൗദി രാജകുടുംബത്തെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ട്രേഡ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ട്രേഡ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒപെക് കൺട്രീസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അന്നാണ് ഈ ഒപെക് കൺട്രീസ് ഫോം ചെയ്തത്, ഓയിൽ പ്രൊഡക്ഷൻ എക്സ്പോർട്ടിംഗ് കൺട്രീസ്. നമ്മൾ ഒപെക്കിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ കണക്ഷനുകളെല്ലാം കിട്ടുന്നുണ്ടോ? ഇറാൻ ഇസ്രായേൽ വാർ, ഇസ്രായേൽ പലസ്തീൻ വാർ, യോം കിപ്പൂർ വാർ, അതിൽ US എങ്ങനെ ഇടപെട്ടു, ദെൻ ഒപെക് കൺട്രീസ് എങ്ങനെ വന്നു? കണക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ യു ആർ ഗുഡ്. ഓക്കെ, നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്തത്, ആ ഒരു ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോ ഒപെക് കൺട്രീസ് ഫോം ചെയ്തു. ഹെൻറി ഹിസിംഗർ പറഞ്ഞു എന്താണ്,
നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എക്സ്പോർട്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തോളൂ, അത് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും വിറ്റോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ വിൽക്കുന്നത് ഗോൾഡിൽ നിന്നൊന്ന് മാറ്റണം, പകരം US ഡോളറിൽ വിൽക്കണം. ഓക്കെ, സോ നിങ്ങൾ വിൽക്കുന്നത്, അതായത് അറബ് കൺട്രീസ് ഒരു ബാരൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഗോൾഡിൽ വിൽക്കണ്ട, നിങ്ങൾ ഞങ്ങളുടെ കറൻസിയിൽ വെക്ക്. സോ ഡോളറിൽ നിങ്ങൾ വിൽക്കണം എന്ന് ആര് പറഞ്ഞു? നമ്മളുടെ നിക്സണും ഹെസിംഗറും കൂടിയിട്ട് പറഞ്ഞു. അത് സൗദി അറേബ്യ അംഗീകരിക്കുകയും സൗദി രാജ കുടുംബം അംഗീകരിക്കുകയും പിന്നീട് ഒപ്പക കൺട്രീസ് വിൽക്കാൻ തുടങ്ങിയത് എന്തിലായി? നമ്മളുടെ ഡോളറിലായി. ഇറ്റ് ഈസ് കോൾഡ് ദ പെട്രോ ഡോളർ. സോ നമ്മൾ പെട്രോൾ ട്രാൻസാക്ട് ചെയ്യുന്നത് ലാർജ്ലി ഇൻ വിച്ച് കറൻസി? ലാർജ്ലി എന്നല്ല, മോസ്റ്റ്ലി ഇൻ വിച്ച് കറൻസി? ഇൻ ഡോളർ. അതുകൊണ്ടാണ് അതിനെ പെട്രോ ഡോളർ എന്ന് വിളിക്കുന്നത്. സോ പെട്രോ ഡോളറിന്റെ ഒരു ഹിസ്റ്ററി മനസ്സിലായോ, എങ്ങനെയാണ് പെട്രോ ഡോളർ വന്നതെന്ന്? ദെൻ സോ ഡോളറിൽ വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഡോളറിൽ വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഡോളറിന്റെ പ്രൈസ് അല്ലെങ്കിൽ ഡോളറിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രൈസ് റൈസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഡോളർ ഒരു സ്റ്റേബിളൈസ്ഡ് ആയിട്ടുള്ള ഒരു കറൻസി ആയിട്ട് മാറി. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറിന് മുന്നേ ഒന്നും ഡോളർ അത്ര വലിയ കറൻസി ഒന്നും ആയിരുന്നില്ല. ഒരു പാവത്താൻ കുടുംബമായിരുന്നു ഈ US എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൗണ്ട് ഈസ് ദ ലാർജസ്റ്റ് കറൻസി ആ സമയത്ത് ഉണ്ടായിരുന്നത്. ദെൻ നമ്മളുടെ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോഴാണ് ഡോളറിന് ഒരു പ്രൊമിനൻസ് കിട്ടുന്നത്. ദെൻ ഗ്രേറ്റ് ഡിപ്രഷൻ വരുന്നു, അതിനുശേഷം സെക്കൻഡ് വേൾഡ് വാർ വരുന്നു, അതിനുശേഷം ഒക്കെയാണ് ഈ സംഭവങ്ങൾ നടക്കുകയും ഡോളർ ലാർജസ്റ്റ് കറൻസി ആയിട്ട് മാറുകയും ചെയ്യുന്നത്. ഓക്കെ, സോ പെട്രോ ഡോളർ എന്താണെന്ന് മനസ്സിലായല്ലോ. സെക്കൻഡ്, ഡി ഡോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ്ലി ഈ ഡോളറിൽ സെല്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡോളറിൽ പെട്രോൾ വിൽക്കുന്നത് ചില കൺട്രീസിന് എതിർപ്പായിട്ട് തോന്നി. വെനിൻസുലയ്ക്ക് എതിർപ്പായിരുന്നു, റഷ്യക്ക് എതിർപ്പായിരുന്നു. ഞങ്ങൾ എന്തിനാ ഡോളറിൽ ട്രാൻസാക്ട് ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ കറൻസിയിൽ ട്രാൻസാക്ട് ചെയ്തുകൂടെ? സോ ഞങ്ങളുടെ കൺട്രിയുടെ ഡിമാൻഡ് കൂടില്ലേ? സോ ഇങ്ങനെയുള്ള പല കൺട്രീസും എന്തായി? എതിർപ്പ് പറയാനായിട്ട് തുടങ്ങി. അങ്ങനെ എക്സ്പോർട്ട് ട്രാൻസാക്ഷനുകളിൽ, അതായത് ഇന്റർനാഷണൽ എക്കണോമിക്സിൽ ഡോളറിനെ ഒഴിവാക്കുന്ന പ്രക്രിയയാണ് ഡി ഡോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓയിൽ എക്സ്പോർട്ടിങ്ങിൽ മാത്രമല്ല, എന്ത് ട്രാൻസാക്ഷൻ, ഫോർ എക്സാമ്പിൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണ്. സോ അതിന് ഈ മറ്റൊരു കൺട്രി ആയിട്ടുള്ള ഡോളറിൽ തന്നെ ട്രാൻസാക്ട് ചെയ്യണം നമുക്ക് എന്താ നിർബന്ധം? നമുക്ക് വേണമെങ്കിൽ ഇന്ത്യൻ കറൻസിയിൽ ട്രാൻസാക്ട് ചെയ്തൂടെ? അങ്ങനെ ട്രാൻസാക്ട് ചെയ്യും. സോ അതിനാണ് നമ്മൾ വോസ്ട്രോ ആൻഡ് നോസ്ട്രോ അക്കൗണ്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും നമ്മൾ എന്താണ് ഡി ഡോളറൈസേഷൻ എന്ന് നമ്മൾ എടുത്തു പറയുന്നില്ലെങ്കിലും അതാണ് നമ്മളുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. ദെൻ ബ്രിക്സ് ഉച്ചകോടി നടന്നു. ബ്രിക്സിന് ഒരു കറൻസി എന്ന് പറയുന്ന ഒരു ആശയം ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്ന കൺട്രീസ് എല്ലാം, ബ്രിക്സ് അംഗങ്ങളായിട്ടുള്ള കൺട്രീസ് എല്ലാം എന്ത് ചെയ്യും? ഒരു കോമൺ കറൻസി ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇന്റർനാഷണൽ എക്കണോമിക്സ്, ഇന്റർനാഷണൽ ട്രാൻസാക്ഷനുകളെല്ലാം ഡോളറിൽ നിന്ന് മാറ്റിയിട്ട് ബ്രിക്സ് കൺട്രീസിൽ നടക്കുമ്പോൾ അത് എന്തിലേക്കായിരിക്കും? ഈ ഒരു കറൻസിയിലേക്കായിരിക്കും നടക്കുന്നത് എന്നുള്ള ചർച്ചകളൊക്കെ മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു. സോ ഡി ഡോളറൈസേഷൻ, ഡോളറിന്റെ എന്താണ് ഇന്റർനാഷണൽ എക്കണോമിക്സിലുള്ള ഡിമാൻഡ് കുറയ്ക്കുക എന്നുള്ളതാണ് ഡി ഡോളറൈസേഷന്റെ ഉദ്ദേശം. കറന്റ്ലി സ്വർണ്ണവില എത്രയിലായിട്ട് എത്തി നിൽക്കുകയാണ്? 1,00,000 രൂപയിലാണ് സ്വർണ്ണവില എത്തി നിൽക്കുന്നത്. അതെങ്ങനെയാ സ്വർണത്തിന് ഇത്രയും ഡിമാൻഡ് കൂടിയത്? സ്വർണത്തിന് ഇത്രയും ഡിമാൻഡ് കൂടാനായിട്ടുള്ള കാരണം, ഡിമാൻഡ് കൂടിയത് കൊണ്ടാണല്ലോ പ്രൈസ് കൂടിയത്. നമ്മളുടെ അപ്പുറത്തെ വീട്ടിലെ ലക്ഷ്മിക്കുട്ടി ചേച്ചിയുടെ കല്യാണത്തിന് അവിടുത്തെ വീട്ടുകാർ സ്വർണം വാങ്ങിച്ചത് കൊണ്ടാണോ സ്വർണത്തിന് 1,00,000 രൂപയിലേക്ക് ഡിമാൻഡ് എത്തിയത്? അല്ല. സ്വർണത്തിന് ഡിമാൻഡ് കൂടുക ഇൻ ദ സെൻസ് സം കൺട്രീസ്, സം RBIs, സം സെൻട്രൽ ബാങ്ക്സ് ആർ നോട്ട് ഷുവർ ഓർ നോട്ട് കോൺഫിഡൻസ് അബൌട്ട് ദ ഡോളർ എന്നുകൂടിയാണ് അർത്ഥം. ഓക്കെ, സ്വർണത്തിന് വില കൂടുക എന്നതിനർത്ഥം എന്താണ്? സ്വർണത്തിന് വില കൂടുന്നത് എങ്ങനെയാണ്? സ്വർണത്തിന് ഡിമാൻഡ് കൂടുമ്പോൾ. ആരാണ് ഡിമാൻഡ് ചെയ്യുന്നത്? നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ലക്ഷ്മിക്കുട്ടി ചേച്ചിയാണോ ഡിമാൻഡ് ചെയ്യുന്നത്? അല്ല, അവരും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പല സെൻട്രൽ ബാങ്കുകളും അവരുടെ റിസർവുകൾ, ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കിന് റിസർവ് ഉണ്ടാകുമ്പോൾ ആ റിസർവുകൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു കറൻസിയിലായിരിക്കും, അല്ലെങ്കിൽ ഗോൾഡിലായിരിക്കും, അല്ലെങ്കിൽ IMFന്റെ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് പോലെയുള്ള കാര്യങ്ങളിലായിരിക്കും അവർ നിക്ഷേപിച്ചു വെക്കുക. അതുപോലെ പല സെൻട്രൽ ബാങ്കുകളിലും US ഡോളറിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇവരിതെല്ലാം ഡി ഡോളറൈസ് ചെയ്തിട്ട്
ഗോൾഡിലേക്ക് വാങ്ങിക്കൂട്ടാനായിട്ട് തുടങ്ങി, ഗോൾഡ് വാങ്ങിക്കൂട്ടാനായിട്ട് തുടങ്ങി. ബിക്കോസ് ഓഫ് ഗോൾഡ് കുറച്ചും കൂടി സെക്യൂർഡ് ആണ്. എന്തെങ്കിലും ഒരു ഇന്റർനാഷണൽ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വോളറ്റൈൽ ആകില്ല, പെട്ടെന്ന് അതിന്റെ തരം മാറില്ല. മോസ്റ്റ്ലി എന്താണ്, ഒരു സോളിഡ് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് പല സെൻട്രൽ ബാങ്കുകളും സ്വർണം വാങ്ങിക്കൂട്ടുകയും എന്താണ് പല ട്രാൻസാക്ഷനുകളിലും സ്വർണത്തിന്റെ ബേസിസിൽ നടക്കാനായിട്ടും തുടങ്ങി. അങ്ങനെയാണ് ഗ്ലോബൽ മാർക്കറ്റിൽ സ്വർണത്തിന്റെ വില കൂടാനായിട്ട് സാധ്യമായത്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ ലക്ഷ്മിക്കുട്ടി ചേച്ചി വാങ്ങിച്ചത് കൊണ്ട് മാത്രമല്ല, ലക്ഷ്മിക്കുട്ടി ചേച്ചിയുടെ മോളുടെ കല്യാണത്തിന് സ്വർണം വാങ്ങിച്ചത് കൊണ്ട് മാത്രമല്ല എന്ന് നിങ്ങൾ ഓർക്കുക. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്താണ് സ്വർണ്ണവില കൂടാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഡീ ഡോളറൈസേഷനും പെട്രോ ഡോളറിന്റെയും കാര്യം മനസ്സിലായോ? സോ ഈ ഡീ ഡോളറൈസേഷൻ ഫിയർ കൊണ്ടാണ് എന്ത് ചെയ്യുന്നേ, റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ 35% ഓയിൽ ഇമ്പോർട്ടും റഷ്യയിൽ നിന്നാണ്. ഈ 35% ഓയിൽ ഇമ്പോർട്ടിനും ഞങ്ങൾ റഷ്യൻ കറൻസി അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസി ആയിട്ടുള്ള റുപ്പി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ഡോളറിനെ മാറ്റി നിർത്തുന്നു എന്ന് ഇന്ത്യ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റഷ്യ US-ന്റെ ഡോളറിന്റെ ഡിമാൻഡ് കുത്തനെ കുറയില്ലേ? കുത്തനെ കുറയും. സോ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വാങ്ങാതിരിക്കാൻ, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ പറ്റാതിരിക്കാൻ, റഷ്യയെ ഒരു ഡൊമിനന്റ് പ്ലെയർ ആക്കാതിരിക്കാനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ US ഇത്ര 500% താരിഫ് അടിച്ചു കൊടുക്കും എന്നൊക്കെ വരട്ടുന്നത്. ഓക്കെ, അടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മണ്ടന്മാരാണ്, അടിച്ചു കൊടുക്കും. പക്ഷെ ഇത് എന്താണ്, താരിഫിന്റെ പ്രശ്നമല്ല, അല്ലെങ്കിൽ പെട്രോൾ വാങ്ങിക്കുന്നതിന്റെ പ്രശ്നമല്ല, പകരം ഒരു ഗ്ലോബൽ എക്കണോമിക്സിന്റെ ഒരു പ്രോബ്ലം എന്നാണ് നമ്മളുടെ ഈ ആർട്ടിക്കിളിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആർട്ടിക്കിൾ ഇസ് എ സിമ്പിൾ ആർട്ടിക്കിൾ. എന്താണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്? ഒരു ഡോക്ടർ പെൺകുട്ടി, ഒരു യുവതി മരിക്കുകയുണ്ടായി, ആത്മഹത്യ ചെയ്യുകയുണ്ടായി. സോ അദ്ദേഹം ഒരു റേപ്പ് വിക്ടിം ആയിരുന്നു. പക്ഷേ ഈ റേപ്പ് വിക്ടിമിനെ എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് പുള്ളിക്കാരി ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്, ഓക്കെ, പുള്ളിക്കാരി ഈ റേപ്പ് എന്ന് പറയുന്നത് കള്ള കേസാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ വിക്ടിം ബ്ലെയിമിംഗ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപതി ആൻഡ് സെക്കൻഡറി വിക്ടിമൈസേഷൻ. എന്താണ് ഈ സെക്കൻഡറി വിക്ടിമൈസേഷൻ? സെക്കൻഡറി വിക്ടിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഒരു പ്രാവശ്യം ഒരു വിക്ടിമായി, ഒരു റേപ്പിനിരയായി, അല്ലെങ്കിൽ എന്താണ് ഒരു അസോൾട്ടിന് ഇരയായി, വീണ്ടും ഇവരെ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ പ്രവർത്തകളിലൂടെ വിക്ടിമൈസ് ചെയ്യുകയാണ്. സോ അതിനെയാണ് ഇന്നത്തെ ആർട്ടിക്കിളിലൂടെ എന്ത് ചെയ്യുന്നത്, നിശിതമായിട്ട് വിമർശിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണമോ? വേണ്ട. കാരണം എന്താണ്, ഈ ഇടയ്ക്ക് നമ്മളുടെ കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ള പല കേസുകളും ഇതിന് ഉദാഹരണമാണ്. ദ ഗ്രേറ്റസ്റ്റ് എക്സാമ്പിൾ ഈസ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ്. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് സംഭവിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? അതായത് ഒരു പെൺകുട്ടി വന്നിട്ട് പറയാണ്, ഇങ്ങനെ ഒരു MLA എന്നെ സെക്ഷലി അസാൾട്ട് ചെയ്തു. പിറ്റേ ദിവസം തുടങ്ങിയിട്ട് ഓൺലൈൻ വെട്ടുകിളികൾ ഈ പെൺകുട്ടിക്കെതിരെ എന്ത് ചെയ്തു? പെൺകുട്ടിക്കെതിരെ നിശിതമായിട്ടുള്ള വിമർശനങ്ങളും സോഷ്യൽ മീഡിയ അസോൾട്ട് എന്ന ഒരു വാക്കുകൊണ്ട് അതിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്തു? ആ പെൺകുട്ടി ജീവിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം പോലും ലംഘിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തെ, ആ ഒരു പെൺകുട്ടിയെ വലിച്ചു കീറുന്ന ഒരവസ്ഥയുണ്ടായി. അത് ഈ സെക്കൻഡറി വിക്ടിമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വിക്ടിമൈസേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ നിയമത്തിൽ എവിടെയെങ്കിലും ലിമിറ്റ് ചെയ്തിട്ടുണ്ടോ? ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അണ്ടർ ഭാരതീയ ന്യായ സംഹിതയല്ല, എവിഡൻസ് ആക്ട്, BNS പ്രകാരം എന്താണ്, സെക്ഷൻ 48 പ്രകാരം, ഇൻ എ പ്രോസിക്യൂഷൻ ഫോർ ആൻ ഒഫൻസ് അണ്ടർ സെക്ഷൻ 64 മുതലായ സെക്ഷനുകൾ, അതായത് സെക്ഷൻ 64, സെക്ഷൻ 65, 66, 67 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർലി റേപ്പും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ്. ഓക്കെ, ഇൻ ഭാരതീയ ന്യായ സംഹിത 2023 ഓർ ഫോർ അറ്റംപ്റ്റ് ടു കമ്മിറ്റ്. സോ മുകളിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷനുകളിൽ പ്രകാരം ഒരു ഒഫൻസിലാണ് നിങ്ങൾ വിക്ടിം ആയിരിക്കുന്നതെങ്കിൽ, for attempt to commit any such offense where the question of consent is an issue. കൺസെന്റ് ഒരു ഇഷ്യൂ ആയിട്ടുള്ളത്, അതായത് കൺസെന്റ് നേടിയിരിക്കുന്നത് ഇൻഫോംഡ് കൺസെന്റ് ആണോ, അല്ലെങ്കിൽ കൺസെന്റ് ഇല്ലാണ്ടാണോ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അങ്ങനെ കൺസെന്റ് ഇഷ്യൂ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിൽ എവിഡൻസ് ഓഫ് ദ ക്യാരക്ടർ ഓഫ് ദ വിക്ടിം
or of such person's previous sexual experience. Okay, so evidence of the character of the victim or of such person's previous sexual experience with any person. എന്തോ ആയിക്കോട്ടെ, പ്രീവിയസ് കേസ് എന്തോ ആയിക്കോട്ടെ, ക്യാരക്ടർ എന്തോ ആയിക്കോട്ടെ, അവരെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ കൺസെന്റ് കൺസെന്റ് ഇഷ്യൂ ആയിട്ടുള്ള കേസുകളിൽ എല്ലാം ആ പെൺകുട്ടിയുടെ ഹിസ്റ്ററി എന്തോ ആയിക്കോട്ടെ, പ്രീവിയസ് റിലേഷൻഷിപ്പ് എന്തോ ആയിക്കോട്ടെ, ഷാൽ നോട്ട് ബി റെലവൻറ്റ്. ഓക്കെ, ഷാൽ നോട്ട് ബി റെലവൻറ്റ് ഓൺ ദ ഇഷ്യൂ ഓഫ് സച്ച് കൺസെന്റ് ഓർ ദ ക്വാളിറ്റി ഓഫ് ദ കൺസെന്റ്. ആ കൺസെന്റിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ കൺസെന്റിനെ കുറിച്ചോ ഉള്ള കാര്യങ്ങളിൽ പ്രീവിയസ് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ക്യാരക്ടറോ ഒന്നും മാറ്റർ ചെയ്യുന്നില്ല എന്ന് നമ്മളുടെ എവിഡൻസ് ആക്ടില് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. IPC എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. IPC എത്രയാണ്, സെക്ഷൻ 72 ഓർമ്മയില്ല പെർട്ടിക്കുലർലി. സോ നമ്മളുടെ ഇന്ത്യയുടെ എവിഡൻസ് ആക്ടിൽ എത്രയാണ്, സെക്ഷൻ 48 എടുത്തു പറഞ്ഞിരിക്കുന്നതാണ്. നമ്മളുടെ കറന്റ് എവിഡൻസ് ആക്ടിൽ എടുത്തു പറഞ്ഞിരിക്കുന്നതാണ് ഈ പറയുന്ന കാര്യം. എന്തോ ആയിക്കോട്ടെ, അവരുടെ ക്യാരക്ടറോ പ്രീവിയസ് സെക്ഷൽ റിലേഷൻഷിപ്പോ എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പോ ഒന്നും മാറ്റർ ചെയ്യുന്നില്ല. സോ അവരെ വിക്ടിമൈസ് ചെയ്യാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ അവരെ സെക്കൻഡറി വിക്ടിമൈസേഷന് പാത്രമാക്കാനായിട്ട് പാടില്ല. എന്നാൽ അങ്ങനെയാണോ ഇന്ന് നടക്കുന്നത്? അല്ല. നിർഭയ കേസിൽ പറയുന്നുണ്ട് എന്താണ്, പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന ഒന്നും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, റിവീൽ ചെയ്യാനായിട്ട് പാടില്ല. പക്ഷേ എന്താണ് നടന്നുകൊണ്ടിരുന്നത്? കേരളത്തിൽ എന്താണ് നടന്നുകൊണ്ടിരുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ മറ്റൊരു രാഹുൽ എന്താണ് ഉത്ഭവിച്ചു. പെൺകുട്ടിക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു. ഭർത്താവ് ഉണ്ടായിക്കോട്ടെ, എന്താ കാര്യം? സോ ഭർത്താവ് ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഒരു പെൺകുട്ടി കൺസെന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ മര്യാദയെ അല്ലെങ്കിൽ അതിനെ വാല്യൂ ചെയ്യണം. നിങ്ങൾക്ക് മോറലി വാല്യൂ ചെയ്യേണ്ട, പക്ഷേ ലീഗലി വാല്യൂ ചെയ്തിരിക്കണം. അതാണ് നിയമം സെക്ഷൻ 48 പറയുന്നത്. ഓക്കെ, എല്ലാവരുടെയും മോറൽ വാല്യൂസിൽ കയറിയിട്ട് ചൊറിയാനായിട്ടൊന്നും ആരും നിൽക്കുന്നില്ല. പക്ഷേ ലീഗാലിറ്റി എന്താണ്? സെക്ഷൻ 48 പ്രകാരം എന്താണ്? കൺസെന്റ് എന്ന് പറയുന്ന കേസുകൾ കൺസെന്റ് ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പ്രീവിയസ് ഹിസ്റ്ററിയോ പ്രീവിയസ് സെക്ഷൽ എക്സ്പീരിയൻസോ റിലേഷൻഷിപ്പോ ഒന്നും മാറ്റർ ചെയ്യുന്നില്ല. കൺസെന്റ് ഈസ് കൺസെന്റ്. ഓക്കെ, കൺസെന്റ് ഇല്ലെങ്കിൽ കൺസെന്റ് ഇല്ല. അതാണ് ഇവിടെയുള്ള ആളുകൾ മറന്നു പോകുന്നത്. സോ 1996 സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ഗുർമീത് സിംഗ് എന്ന് പറയുന്ന ഒരു കേസ് നടന്നു. ഓക്കെ, ആ കേസിലാണ് ഈ സെക്കൻഡറി വിക്ടിമൈസേഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ നമ്മളുടെ സെക്ഷൻ 48 കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ വിക്ടിംസിന്റെ ടെസ്റ്റിമോണി അല്ലെങ്കിൽ വിക്ടിമിന്റെ പ്രീവിയസ് ഹിസ്റ്ററി എന്ന് പറയുന്നത് മാറ്റർ അല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞൊരു കേസ് ലോ ആണ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ഗുർമീത് സിംഗ് ഇൻ 1996 കേസ്. ഓക്കെ, സോ വിക്ടിമിന്റെ ടെസ്റ്റിമോണി ഒരു സസ്പീഷനോട് കൂടിയിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു റെഡ് സ്ട്രീറ്റ് ഏരിയയിൽ എന്താണ് സെക്സ് വർക്കറായിട്ട് ജോലി ചെയ്യുന്ന ഒരാള്, ഇദ്ദേഹത്തെ ഒരാൾ വന്നിട്ട് റേപ്പ് ചെയ്യാണ്. ഡു ദേ ഹാവ് ദ പ്രിഫറൻസ്? ഡു ദേ ഹാവ് ദ ലീഗൽ റൈറ്റ്? ഇല്ല. ഓക്കെ, സോ ആ പെൺകുട്ടി പറയാണ് എനിക്കിന്ന് കൺസെന്റ് ഇല്ല, നിങ്ങൾ എൻ്റെ ഒപ്പം സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ കൺസെന്റിന് റൈറ്റ് ഉണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് ദെയർ പ്രീവിയസ് ഹിസ്റ്ററീസ് ആർ. അത് പലർക്കും അറിയാനായിട്ട് പാടില്ല. പലർക്കും അറിയാമെങ്കിലും അറിയാത്തതുപോലെ നടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയ നടികനാണ് ഇദ്ദേഹം. ഓക്കെ, സോ ഇന്നത്തെ ആർട്ടിക്കിൾ പറയുന്നത് എന്താണ്? അൺലെസ് ഇന്ത്യ അഡ്രസ് ദിസ് സെക്കൻഡ് ക്രൈം. സോ ഞാൻ ഇന്നത്തെ ആർട്ടിക്കിളിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്ന വേർഡാണ്. അൺലെസ് ഇന്ത്യ അഡ്രസ് ദിസ് സെക്കൻഡ് ക്രൈം വിത്ത് ദ സെയിം ലീഗൽ ആൻഡ് മോറൽ സീരിയസ്നെസ്. ഓക്കെ, സോ ഈ സെക്കൻഡറി വിക്ടിമൈസേഷൻ എന്ന് പറയുന്നതിനെ പ്രൈമറി വിക്ടിമൈസേഷനും പോലെ തന്നെ കണക്കാക്കത്തോളം കാലം, സോ with the same legal and moral seriousness as the original offense, no amount of legislative changes will be led to genuine justice. ജെനുവിൻ ജസ്റ്റിസ് ലഭ്യമാവുകയില്ല എന്നാണ് ഇന്നത്തെ ആർട്ടിക്കിൾ പറയുന്നത്. സോ അതാണ് അതിന്റെ ക്രക്സും. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകുന്നില്ല. ഒറ്റ കേസ് ലോ ഇവിടെ ഓർത്തിരിക്കുക, സെക്ഷൻ 48 ഓർത്തിരിക്കുക. ദെൻ പഞ്ചാബ്, സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ഗുർമീത് സിംഗ് എന്ന് പറയുന്ന കാര്യവും കൂടി 1996 കേസ് ലോ കൂടിയിട്ട് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ,
സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ഡിസ്കഷൻ നമുക്ക് എന്താണ് സൊമാലി ലാൻഡിനെ കുറിച്ചിട്ടാണ് പഠിക്കാനായിട്ടുള്ളത്. സൊമാലിയ നമ്മൾ പലരും കേട്ടിട്ടുണ്ട് അല്ലെ. സൊമാലിയയിലെ പട്ടിണിപ്പാവങ്ങൾ എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പലപ്പോഴും വാർത്തയിലൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ. എന്നാൽ സൊമാലി ലാൻഡിനെ കുറിച്ചിട്ട് കേട്ടിട്ടുള്ളവര് കുറവായിരിക്കും. കാരണം അത് അത്ര വലിയ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. ഓക്കെ. സോ നമ്മൾ ആദ്യം ജോഗ്രഫിയിലേക്ക് വരും. ജോഗ്രഫി കൃത്യമായിട്ട് മനസ്സിലാക്കും. ജോഗ്രഫിയിലുള്ള UPSC സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും, സൊമാലിയയും സൊമാലി ലാൻഡിനെ കുറിച്ചിട്ടും. അതിനുശേഷം ഇന്റർനാഷണൽ റിലേഷൻസിലേക്ക് വന്നിട്ട് നമ്മളുടെ ഡിസ്കഷൻ അവസാനിപ്പിക്കും. ഓക്കെ. ദിസ് ഈസ് ആഫ്രിക്ക. ഓക്കെ. സോ ഞാൻ എപ്പോഴും ജോഗ്രഫി തുടങ്ങുമ്പോൾ, ഒരു ഏരിയയിലേക്ക് തുടങ്ങുമ്പോൾ അതിന്റെ ഒരു ബിഗർ പിക്ചർ കാണിക്കും. ദെൻ ചെറുതാക്കി ഏവിടെയാണോ ഏരിയയിലേക്ക് എത്തുന്നത് അവിടേക്ക് നമ്മൾ പോകും. ദിസ് ഈസ് ആഫ്രിക്ക. ആഫ്രിക്കയിൽ സൊമാലിയ എവിടെയാണ്? ആഫ്രിക്കയിൽ സൊമാലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യൻ, ഇവിടെ കിടക്കുന്നത് ഇന്ത്യൻ ഓഷ്യൻ ആണ്. ഈ ഇന്ത്യൻ ഓഷ്യന്റെ അടുത്തായിട്ട്, അതായത് നമ്മളുടെ കൊച്ചിക്കായലിൽ നിന്ന് നേരെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, കൊച്ചിക്കായലിൽ നിന്ന് നിങ്ങളൊരു കപ്പലിൽ നേരെ പുറപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തും? നിങ്ങൾ സൊമാലിയയിലെത്തും. ഓക്കെ. അതിനിടയ്ക്ക് നിങ്ങൾ ഇങ്ങോട്ട് വളഞ്ഞു പോയി കഴിഞ്ഞാൽ എവിടെ എത്തും? നിങ്ങൾ നമ്മളുടെ അറേബ്യൻ ഏരിയയിലെത്തും. എവിടെ? നമ്മളുടെ UAEയിലോ യമനിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഏരിയയിലോ ഒമാനിലോ അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾക്ക് എത്താം. സോ ഇന്ത്യയുടെ തീരത്ത് നിന്ന്, പെർട്ടിക്കുലർലി നമ്മളുടെ കൊച്ചി തീരത്ത് നിന്നൊക്കെ നേരെ പോയി കഴിഞ്ഞു, നേരെ ഒരുപാട് ദൂരം പോകണോട്ടോ, നേരെ ഇത്തിരി വണ്ടി ഓടിച്ച് പോകാനായിട്ടല്ല, ഒരുപാട് ദൂരം നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? സൊമാലിയയിലെത്തും. സോ വിച്ച് മീൻസ് ഇന്ത്യൻ ഓഷ്യന്റെ അടുത്ത് കിടക്കുന്ന, ഓക്കെ, ഇന്ത്യൻ ഓഷ്യൻ ടെറിട്ടറിയുടെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് സൊമാലിയ എന്ന് മനസ്സിലാക്കുക. ഇന്ത്യൻ ഓഷ്യന്റെ അടുത്ത് കിടക്കാന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യൻ ഇസ് എ വാസ്റ്റ് ഓഷ്യൻ, അതിന്റെ അപ്പുറത്ത് അറ്റത്ത് കിടക്കുന്ന സ്ഥലമാണ് സൊമാലിയ എന്ന് മനസ്സിലാക്കുക. ഓക്കെ. സോ സൊമാലിയ എന്ന് പറയുന്ന കൺട്രി നിങ്ങൾ ഇവിടെ നോക്കി, വലിയ പിക്ചറിൽ നിന്ന് ഒന്ന് ചെറുതായി. സൊമാലിയ എന്ന് പറയുന്ന കൺട്രി നമ്മളുടെ ആഫ്രിക്കയുടെ ഒരു മൂക്ക് പോലെയുള്ള ഒരു സ്ഥലമുണ്ട്. ഓക്കെ. സോ ഇവിടെ നോക്കി, ആഫ്രിക്കയുടെ ഒരു മൂക്ക് പോലെ, ഇതൊരു ആനക്കൊമ്പാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു ഹിപ്പോപ്പൊട്ടാമസിന്റെ കൊമ്പ് പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അതിൽ ഒരു മൂക്ക് പോലെ ഇരിക്കുന്ന സ്ഥലമുണ്ട്. അതിലെ ഏറ്റവും തുഞ്ചത്താണ് എന്ത്? സൊമാലിയ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ദ ഹോൺ ഓഫ് ആഫ്രിക്ക, ഈ ഏരിയ പറയുന്ന പേരാണ് ദ ഹോൺ ഓഫ് ആഫ്രിക്ക. ഓക്കെ. സോ പെർട്ടിക്കുലർലി ചിലപ്പോൾ ചോദ്യങ്ങൾ മുന്നേ ചോദിച്ചിട്ടുണ്ട്, ദ ഹോൺ ഓഫ് ആഫ്രിക്ക കൺട്രീസ്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും നമ്മളുടെ PTSകളിൽ ഞാൻ കാണാറായിട്ടുള്ള ഒരു ചോദ്യമാണ്, ദ ഹോൺ ഓഫ് ആഫ്രിക്ക ഇൻക്ലൂഡ് വാട്ട് ആർ ദ കൺട്രീസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഹോൺ ഓഫ് ആഫ്രിക്ക. സോ 4 കൺട്രീസ് ആണ് പ്രധാനമായിട്ടും ഹോൺ ഓഫ് ആഫ്രിക്കയിലുള്ളത്. ഓക്കെ. ആ കൺട്രീസിനെ നമ്മൾ സീഡ് കൺട്രീസ് എന്ന് വിളിക്കും. ഓക്കെ. സീഡ് കൺട്രീസ്, SEED. സോ ഹോൺ ഓഫ് ആഫ്രിക്കയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കൺട്രികൾ ഏതാണ്? 1 സൊമാലിയ, 2 എത്തിയോപ്യ. നിങ്ങൾ നോക്കിയേ, 1 സൊമാലിയ, 2 എത്തിയോപ്യ. ദെൻ ഒരു കൂടിയുണ്ട്, എറിട്രിയ എന്ന് പറയുന്ന കൺട്രി. ഓക്കെ. സോ സൊമാലിയ, എത്തിയോപ്യ, എറിട്രിയ ആൻഡ് ജിബൂട്ടി. ഓക്കെ. ഇങ്ങനെ 4 കൺട്രീസ് ആണ് സീഡ് കൺട്രീസ് അല്ലെങ്കിൽ ഹോൺ ഓഫ് ആഫ്രിക്കൻ കൺട്രീസ് എന്ന് അറിയപ്പെടുന്നത്. സോ 4 കൺട്രീസിനെ ഓർക്കുമ്പോൾ പെട്ടെന്ന് സീഡ് നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. സൊമാലിയ, എത്തിയോപ്യ, എറിട്രിയ ആൻഡ് ജിബൂട്ടി എന്ന് പറയുന്ന 4 കൺട്രീസ്. ഓക്കെ. മനസ്സിലായ ഒരു കൺട്രീസ് ആണ്. സോ സൊമാലിയ ആയിട്ട് എന്താണ് അടുത്ത് കിടക്കുന്ന കൺട്രീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഈ സീഡ് കൺട്രീസ് ആണ്. ഓക്കെ. സോ സൊമാലിയ എവിടെയാണെന്ന് നമ്മൾ പ്ലേസ് ചെയ്തു, ആഫ്രിക്ക എവിടെയാണെന്ന് പ്ലേസ് ചെയ്തു, സൊമാലിയ എവിടെയാണെന്ന് പ്ലേസ് ചെയ്തു. അടുത്ത് കിടക്കുന്ന സീഡ് കൺട്രീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി ഇതിന് അടുത്ത് കിടക്കുന്ന ഓഷ്യൻസിനെ കുറിച്ച് നമ്മളൊന്ന് നോക്കുകയാണ്. ഓക്കെ. ഓഷ്യൻസിനെ കുറിച്ച് കിടക്കുമ്പോൾ ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗമാണ്, അതായത് കേരള തീരത്ത് നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ എവിടെ എത്തും? സൊമാലിയ എത്തുന്നു ഞാൻ പറഞ്ഞു. ഓക്കെ. ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗമാണ്. ദെൻ എന്താണ് ഇവിടെ ഉള്ള ഒരു കടൽ ഇടുക്കാണ് ഗൾഫ് ഓഫ് എയ്ഡൻ. ഓക്കെ. സോ ഗൾഫ് ഓഫ് എയ്ഡൻ, ഗൾഫ് ഓഫ് എയ്ഡനെ കുറിച്ചിട്ട് ഇന്നത്തെ ഈ ആർട്ടിക്കിളിൽ തന്നെ എടുത്ത് പറയുന്നുണ്ട്, ഗൾഫ് ഓഫ് എയ്ഡൻ. ദെൻ ഗൾഫ് ഓഫ് എയ്ഡൻ, ഓക്കെ. ഗൾഫ് ഓഫ് എയ്ഡൻ എവിടെയാണെന്ന് മനസ്സിലായല്ലോ. സോ യമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂത്തികളുടെ യമൻ. നിങ്ങൾ ഇസ്രായേൽ പലസ്തീൻ വാർ നടന്നു കഴിഞ്ഞപ്പോൾ പലസ്തീനെ ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഒരു കപ്പലുകളും
തീരം അണയില്ല എന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സോ യമൻ യമൻ എവിടെയാ കിടക്കുന്നത്? യമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കയുടെയും നമ്മളുടെ ഏഷ്യയുടെയും, പുറം ഏഷ്യ ആണല്ലോ, സെൻട്രൽ ഏഷ്യ, ഓക്കെ, അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഏരിയ, സെൻട്രൽ ഏഷ്യ അല്ല, വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന ആ ഏരിയ. സോ അതിന്റെ ബിറ്റ്വീനിലുള്ള ഒരു ചെറിയ കടലെടുക്ക് മാത്രം ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിടക്കുന്ന ഒരു കൺട്രിയാണ് യമൻ എന്ന് പറയുന്ന കൺട്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സോ ഗൾഫ് ഓഫ് എയ്ഡനെയും റെഡ് സീയെയും കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ സ്ട്രേറ്റ് ഉണ്ടാകുമല്ലോ. നമ്മൾ പല സ്ട്രേറ്റുകളും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഗൾഫ് ഓഫ് എയ്ഡനെയും റെഡ് സീയെയും കണക്ട് ചെയ്യുന്ന സ്ട്രേറ്റ് ഏതാണ്? ഇറ്റ് ഈസ് അൽബ് മൻഡേബ് സ്ട്രേറ്റ്. ഏതാണ്? ഇറ്റ്സ് ബാബ് അൽ മൻഡേബ് സ്റ്റേറ്റ്. ഓക്കെ, ബാബ് അൽ മൻഡേബ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അൽ മൻഡേബ് സ്റ്റേറ്റ് എന്നറിയപ്പെടും. ഓക്കെ, ബാബ് എൽ എന്ന് എഴുതാറുണ്ട്, ബാബ് അൽ എന്ന് എഴുതാറുണ്ട്. ഇതൊന്ന് പത്രത്തിൽ അൽ ആണെന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. അൽ മൻഡേബ് സ്റ്റേറ്റ് എന്നാണ് ഇത് നോർമലി അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അൽ മൻഡേബ് സ്റ്റേറ്റ്. ഓക്കെ, സോ ഗൾഫ് ഓഫ് എയ്ഡനെയും ഗൾഫ് ഓഫ് എയ്ഡനെയും റെഡ് സീയെയും കണക്ട് ചെയ്തുകൊണ്ട് യൂറോപ്പിലേക്കുള്ള ഒരു ആക്സസ് കൊടുക്കുന്ന സ്ട്രേറ്റ് ആണ് ഏത്? നമ്മളുടെ ബാബ് അൽ മൻഡേബ് സ്ട്രേറ്റ്. സോ വെനെവർ ദർ ഇസ് എ പ്രോബ്ലം, ഹൂത്തികളെ തൊടാൻ നിൽക്കരുത്. ഹൂത്തികൾ എന്ത് ചെയ്യും? ഹൂത്തികൾ അല്ലെങ്കിൽ യമൻസ് പർട്ടിക്കുലർലി ഈ ബാബ് അൽ മൻഡേബ് സ്ട്രേറ്റ് അങ്ങോട്ട് അടച്ചു കളയും. ദാറ്റ്സ് ക്രിയേറ്റ്സ് എ ഹ്യൂജ് പ്രോബ്ലം. സോ ഇവിടെ എല്ലാം എന്ത് ചെയ്യും? യുഎസിന്റെ ഷിപ്പുകളാണ് നിരക്കും, ചൈനയുടെ ഷിപ്പുകളാണ് നിരക്കും. എന്നിട്ട് ഈ ഹൂത്തികളെ എലിമിനേറ്റ് ചെയ്യും. ഹൂത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർലി ഒരു മിലീഷ്യ ഗ്രൂപ്പ് പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ ഒരു ഏരിയ പെർട്ടിക്കുലർലി നമ്മളുടെ ഗ്ലോബൽ ട്രേഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ റെഡ് സീ, ചെങ്കടൽ. ക്രിസ്ത്യാനികൾ ആര് നിർമ്മിച്ചു? നമ്മളുടെ മോശ കൈനീട്ടി ചെങ്കടൽ ക്രിയേറ്റ് ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ ഒന്നുമല്ല, ജിയോഗ്രഫിക്കൽ പൊസിഷൻ കൊണ്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തതെന്ന് എല്ലാവർക്കും ഇപ്പൊ അറിയാം. ഓക്കെ, സോ ഈ റെഡ് സീയുടെ പ്രത്യേകത എന്താണ്? റെഡ് സീ ആണ് മെഡിറ്ററേനിയൻ സീയിലേക്ക്, ഓക്കെ, മെഡിറ്ററേനിയൻ സീയിലേക്ക് നമ്മളുടെ ചരക്കുകൾ എത്തിക്കുന്നത് സൂയസ് കനാൽ വഴി റെഡ് സീയിലൂടെ കടന്നു. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ നിന്നുള്ള ഒരു ചരക്ക് അറേബ്യൻ സീയിലേക്ക് പോയി ഗൾഫ് ഓഫ് ഈഡനിലൂടെ ബാബ് എൽ മണ്ടേബിൽ കയറിയിട്ട് റെഡ് സീയിൽ കയറി സൂയസ് കനാലിലൂടെ മെഡിറ്ററേനിയൻ സീയിലെത്തും. സോ ഇങ്ങനെ ഒരു വേ ഇല്ലായിരുന്നെങ്കിൽ ഇവര് എന്ത് ചെയ്യും? ആഫ്രിക്കയുടെ താഴെ കൂടി വരണം. ഓക്കെ, ആഫ്രിക്കയുടെ താഴെ, അതായത് ഇവിടെ നിന്ന് പോകേണ്ട കപ്പൽ ഇങ്ങനെ കയറി ഗൾഫ് ഓഫ് ഈഡനിൽ കയറിയിട്ട് എന്ത് ചെയ്യും? നമ്മളുടെ റെഡ് സീയിലേക്ക് കടക്കുകയും സൂയസ് കനാൽ വഴിയിട്ട് മെഡിറ്ററേനിയൻ സീയിലേക്ക് കടക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ അല്ലാത്തൊരു അവസരത്തിൽ നമ്മൾ താഴെ ഇന്ത്യൻ ഓഷ്യൻ മൊത്തം ചുറ്റി സൗത്ത് ആഫ്രിക്കയുടെ താഴത്തെ മുനമ്പിനെയാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ താഴെ കൂടി പോയിട്ട് എങ്ങടേക്ക് പോയി? വാസ്കോഡ ഗാമ വന്നത് ഈ വഴിയാണ്. എത്ര ദിവസം പിടിച്ചിട്ടാണ് വാസ്കോഡ ഗാമ വന്നത്? സോ ഇദ്ദേഹം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി, കേപ്പ് ഓഫ് ഗുഡ് ടൗൺ വഴി എന്ത് ചെയ്യണം? മുകളിലേക്ക് പോയിട്ട് യൂറോപ്പിലേക്ക് എത്തണം. സോ അങ്ങനെ ഒരു വളഞ്ഞ വഴിയിലൂടെ നമ്മൾ പോകേണ്ടി വരും. സോ നമ്മളുടെ ഡിസ്കഷൻ എന്തായിരുന്നു? സൊമാലിയയുടെ അടുത്ത കൺട്രീസ് ഗൾഫ് ഓഫ് ഈഡൻ, അൽ മണ്ടേബ് സ്ട്രേറ്റ്, ദെൻ റെഡ് സീയിൽ നിന്ന് നേരെ എങ്ങടേക്ക് പോകുന്നു? റെഡ് സീയിൽ നിന്ന് നേരെ നമ്മളുടെ സൂയിസ് കനാൽ വഴിയിട്ട് മെഡിറ്ററേനിയൻ സീയിലേക്ക് പോകുന്നു. ഓക്കെ, ഇവിടെ പർട്ടിക്കുലർലി സൊമാലിയ എന്ന് പറയുന്ന കൺട്രി ഉണ്ടല്ലോ. സൊമാലിയ 1991 ഒരു സിവിൽ വാർ പൊട്ടിപ്പുറപ്പെട്ടു. ഓക്കെ, 1991 സൊമാലിയയിൽ ഒരു സിവിൽ വാർ പൊട്ടിപ്പുറപ്പെടുകയും അവിടെ എന്ത് സംഭവിച്ചു? അവിടെ സൊമാലി ലാൻഡ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഭരണപ്രദേശം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. 1960 സൊമാലിയും സൊമാലി ലാൻഡും എല്ലാം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. സോ ബ്രിട്ടീഷുകാർ അവിടെ പോകുന്നത് എവിടെയാണ്? എപ്പോഴാണ്? 1960 കാലഘട്ടങ്ങളിലാണ്. 1991 ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഒരു സിവിൽ വാർ പൊട്ടിപ്പുറപ്പെടുകയും സൊമാലി ലാൻഡ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് നേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. പക്ഷേ വലിയ ആളുകളൊന്നും ഈ സൊമാലി ലാൻഡിനെ അംഗീകരിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ സൊമാലി ലാൻഡ് എന്ന് പലരും കേൾക്കാത്തത് എന്തുകൊണ്ടാണ്? ഇന്ത്യ സൊമാലി ലാൻഡിനെ അംഗീകരിച്ചിട്ടില്ല. ആകെ വിരലിൽ എണ്ണാവുന്ന കൺട്രീസ്, 2-3 കൺട്രീസ് മാത്രമാണ് സൊമാലി ലാൻഡിനെ അംഗീകരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് അംഗീകരിക്കുന്നത് ആരാണെന്നറിയാവോ? നമ്മളുടെ ചൈനയുടെ ഭാഗം എന്ന് ചൈന വിശേഷിപ്പിക്കുന്ന ആരാണ്? സെപ്പറേറ്റ് കൺട്രി ആയിട്ട് പല നേഷൻസും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന, US അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന തായ്വാനാണ്. ഓക്കെ,
തായ്വാൻ ബിക്കം ദ ഫസ്റ്റ് കൺട്രി ടു റെക്കഗ്നൈസ് സൊമാലിലാൻഡ് ഇൻ 2020. ഓക്കെ, അതിനുശേഷം എത്തിയോപ്യ എന്ത് ചെയ്തു? എത്തിയോപ്യ അക്സെപ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ എന്താണ്, അവിടെ ഒരു മെമ്മോറാണ്ടം ഒക്കെ ആയിട്ട് സൊമാലിലാൻഡുമായിട്ടൊക്കെ സൈൻ ചെയ്യാറുണ്ട് ലേറ്റർലി. എന്ത് ചെയ്യും അവര്? അത് കൂടുതൽ ബന്ധമാണ്. കാരണം ശത്രുവിന്റെ ശത്രു മിത്രമായിട്ടുള്ള ഒരു കണക്കുണ്ടല്ലോ. സോ എത്തിയോപ്യ ആരാണ്? എത്തിയോപ്യ സൊമാലിയയുടെ എതിരെ കിടക്കുന്ന കൺട്രിയാണ്. സോ സൊമാലിലാൻഡിനെ അംഗീകരിക്കാനായിട്ടുള്ള സാധ്യതകൾ അവിടെയുണ്ട്. ദെൻ പിന്നീട് അംഗീകരിച്ച 2025 അംഗീകരിച്ച ഒരു കൺട്രിയാണ് നമ്മളുടെ ഇസ്രായേൽ എന്ന് പറയുന്ന കൺട്രി. സോ ഇസ്രായേൽ അംഗീകരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചൈന അതിനെതിരെ നിശിതമായിട്ട് രംഗത്ത് വന്നു. എന്താണ് ഒന്നാമത്തെ കാര്യം? ചൈനയുടെ ഒരു വൺ നേഷൻ പോളിസി ഉണ്ട്. എന്താണ് ഈ വൺ നേഷൻ പോളിസി? അതായത് വൺ നേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ ഒരു ലാർജർ ചൈന, അതിൽ തായ്വാനും ഇൻക്ലൂഡ് ചെയ്യും എന്ന് ചൈന പറയുന്നുണ്ട്. സോ ഇറ്റ്സ് എന്താണ് ലാർജ് വൺ പോളിസി. ഈ വൺ പോളിസി എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട്. സോ തായ്വാൻ സ്റ്റേറ്റിനെ സെപ്പറേറ്റ് ആയിട്ട് നേഷൻ ആയിട്ട് ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. US അംഗീകരിച്ചിട്ടുണ്ട്, പല കൺട്രീസും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ ഈ വൺ നേഷൻ പോളിസി അല്ലെങ്കിൽ വൺ പോളിസിയെ എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ചൈനയുടെ ഇന്റേണൽ മാറ്റർ ആണ്. അവര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോളും എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്. സോ സൊമാലിലാൻഡിനെ ഒരു സെപ്പറേറ്റ് നേഷനായിട്ട് കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ, സെപ്പറേറ്റ് നേഷനായിട്ട് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും US അംഗീകരിച്ചു, ഇസ്രായേൽ അംഗീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, തായ്വാനെ സെപ്പറേറ്റ് നേഷൻ ആക്കാനായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, തായ്വാനെ സെപ്പറേറ്റ് നേഷൻ ആക്കാനായിട്ടുള്ള ശ്രമങ്ങൾ വരും എന്ന് ചൈനയ്ക്കറിയാം. സെക്കൻഡ്, സോ ഒന്നെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ റീസൺ ആണ്. സെക്കൻഡ് ഈസ് എക്കോണമിക് റീസൺ. ഓക്കെ, ഇവിടെ റെഡ് സീയിലേക്ക് കണക്ട് ചെയ്യുന്ന, അതായത് യൂറോപ്പിലേക്ക് കണക്ട് ചെയ്യുന്ന ചരക്കുപാതയുടെ അടുത്ത് മറ്റൊരു കൺട്രി വരികയും അവിടെ ഇസ്രായേലിന് പ്രൊമിനൻസ് കിട്ടുക ഇൻ സെൻസ് നമ്മളുടെ US പ്രൊമിനൻസ് കിട്ടുക. സോ ചരക്കുപാതയിൽ നമ്മളുടെ US പ്രൊമിനൻസ് കിട്ടുന്ന ഒരു കൺട്രി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരക്ക് നീക്കത്തെ, അതായത് സൊമാലിലാൻഡിൽ ഒരു 25,000 ഏക്കർ ഭൂമിയിൽ US ഒരു പോർട്ട് പണിയുകയും അവിടെ ഹൂത്തികൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് എന്താണ്? അത് അറബ് നേഷൻസിന് ക്ഷീണമാകും, കൂടാതെ എന്താണ് പാലസ്തീൻ നേഷൻസിന് ക്ഷീണമാകും. അങ്ങനെ ഇന്റർനാഷണൽ റിലേഷനിൽ ഹ്യൂജ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. സോ സൊമാലിലാൻഡ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് നേഷൻ എന്താണ് ഇസ്രായേലിന്റെ അംഗീകാരത്തോടുകൂടി US അനുഗ്രഹങ്ങളോടുകൂടി അവിടെ നിലനിൽക്കുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് ചൈനയ്ക്ക് തോന്നിയിട്ടില്ല. ദെൻ ചൈനയുടെ എന്താണ് ചൈനയുടെ ഒരു ലാർജർ സിൽക്ക് റൂട്ടിന്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന ഒരു ഏരിയയാണ് സൊമാലിയയും സൊമാലിലാൻഡും എന്നൊക്കെ പറയുന്നത്. സോ അവിടെ ചൈനീസ് ഇന്റർവെൻഷൻസ് കൂടുതൽ, ഇപ്പൊ സൊമാലിയയിലാണോ എത്യോപ്യയിലാണോ എന്ന് പെർട്ടിക്കുലർലി എനിക്ക് ഓർമ്മയില്ല. സോ ആ ഏരിയയിൽ ചൈന 2017 ഒരു ബേസ് ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സൊമാലിയയിലാണ്. ഓക്കെ, സോ ആ ഏരിയയിൽ ചൈന എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഒരു ബേസ് ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ തൊട്ടപ്പുറം തന്നെ സൊമാലിലാൻഡ് എന്ന് പറയുന്ന ഏരിയയിൽ US അല്ലെങ്കിൽ ഇസ്രായേൽ ഒരു ബേസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ഇന്റർനാഷണൽ ടെൻഷൻസിലേക്ക് വഴിവെക്കും. സോ ഒരു കോൾഡ് പ്രോക്സി വാറിലേക്കൊക്കെ പോകാനായിട്ട് സാധ്യതയുള്ള ഒരു മുനമ്പാണ്. കാരണം എന്താണ്? ട്രേഡുകളുടെ ഒരു 90% യൂറോപ്പിലേക്കുള്ള ഒരു 90% ട്രേഡും നടക്കുന്നത് ഈ വഴിയാണ്. ഇറ്റ് ഈസ് ദ ലീസ്റ്റ് എന്താണ് ഡിസ്റ്റൻസ് റൂട്ട് ടു യൂറോപ്പ്. അതുകൊണ്ടാണ് അത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടിരിക്കുന്നത്. അവിടെ ഒരു പുതിയ കൺട്രി വരാനായിട്ട്, ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്ത ഒരു കൺട്രി വരാനായിട്ട് ചൈന ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇസ്രായേൽ ഇതിനെ അംഗീകരിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ വിഷയം. ഇതാണ് അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യം. സോ അത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതെല്ലാമാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. ചൈനയുടെ തീരുമാനം എന്ന് പറയുന്നത് ഒന്ന് പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്, രണ്ട് എക്കണോമിക്സ് റീസൺസ് ഉണ്ട്, ദെൻ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ്സിനെ മാത്രം ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പഴയ സിൽക്ക് റൂട്ട് ഇതിലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എക്കണോമിക് റൂട്ടിന്റെ പാതയിലാണ്. സോ ഇന്നത്തെ ചരക്കിന്റെ രീതിയിലാണ് അവര് സിൽക്ക് റൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ അതാണ് ഇന്നത്തെ ഡിസ്കഷനിൽ ഇദ്ദേഹം ആഡ് ചെയ്തിരിക്കുന്നത്. സോ മെഡിറ്ററേനിയൻ സീ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ടോട്ടൽ ഡിസ്കഷൻ. ദെൻ ഇത് നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് DPDP ആക്ട്, RTI ആക്ടിനെ ലിമിറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. എങ്ങനെയാണ് DPDP ആക്ട്, RTI, DPDP ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലല്ല, ഇപ്പൊ കറന്റ് അത് ആക്ട് ആണ്.
ഓക്കെ, നമ്മളുടെ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ബില്ലാണ് 2023 ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ബില്ലാണ് ഇത്. ഓക്കെ, അതെങ്ങനെയാണ് RTI ആക്ടിനെ ലിമിറ്റ് ചെയ്യുന്നത് എന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ദെൻ നമ്മളുടെ ഇവിടെ എന്താ നടക്കുന്നത്, ബംഗാളിൽ എന്താ നടക്കുന്നത്? ബംഗാളില് തൃണമൂൽ കോൺഗ്രസ് ഇലക്ഷൻ നടക്കാനായിട്ട് പോവുകയാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലൊരു ചേട്ടൻ പണിക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അദ്ദേഹം ബംഗാൾ സ്വദേശിയാണ്. അപ്പൊ ആ ചേട്ടനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചേട്ടൻ പറഞ്ഞു, ഞങ്ങള് അടുത്തിടയ്ക്ക് തന്നെ നാട്ടിൽ പോകണുണ്ട്, നാട്ടിലെ ഇലക്ഷൻ ആണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, സോ അത്രയും പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള ആളുകളാണ് അവരെന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു ഇത് കണ്ടപ്പോൾ. സോ ബംഗാളിലെ ഇലക്ഷൻ നടക്കുകയാണ്, ED റെയ്ഡ് നടക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിനെതിരെ ഒരു ED റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഫ്രണ്ട് പേജിൽ വാർത്തയുണ്ട്. ദെൻ ഇന്നത്തെ എഡിറ്റോറിയലും അത് തന്നെയായിരുന്നു. സോ പൊളിറ്റിക്കലി അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ട് ദെൻ ED മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാതിരുന്നത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് കൂടി ക്വസ്റ്റ്യൻ ആൻസർ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ എന്താണ്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യയിലെ അലീഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, പോൾട്രി ഫാമിംഗ്, വൂൾ റെയറിംഗ്, റൂറൽ ഏരിയാസ് ഇസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. അങ്ങനെ സാധ്യതയുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഫോർ എക്സാമ്പിൾ, അലീഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, പോൾട്രി ഫാമിംഗ്. നമ്മളുടെ അപ്പുറത്തെ വീട്ടില് ഒരു ഹ്യൂജ് പോൾട്രി ഫാമിംഗ് അങ്ങ് തുടങ്ങിയിരിക്കുകയാണ്. ഇതിന് ഇൻകം ടാക്സ് അടയ്ക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ് ഇൻകം കാണിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകൂ? ഹ്യൂജ് ക്യാപിറ്റൽ ലോസ് അല്ലേ ഗവൺമെന്റിന് ഉണ്ടാകുന്നത്? അങ്ങനെ ഒരു കാര്യം ഇവര് പറയുമോ? ഇവര് പറയില്ല. ഓക്കെ, ഇൻകം ടാക്സ് ആക്ടില് അഗ്രികൾച്ചറൽ ഇൻകം സെക്ഷൻ 10 പ്രകാരം അഗ്രികൾച്ചറൽ ഇൻകത്തെ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരു കർഷകനാണെങ്കിൽ, കർഷകനല്ലേ മാഡം, കളപറിക്കാൻ ഇറങ്ങിയതാണെന്ന് ഇൻകം ടാക്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് എന്ത് പറയും? മക്കളെ, നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കണ്ട. ഓക്കെ, സോ നിങ്ങൾ ഒരു കർഷകനാണെങ്കിൽ, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ആണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സംഷൻ ചെയ്തിട്ടുണ്ട് സെക്ഷൻ 10 പ്രകാരം. ഓക്കെ, പക്ഷേ അലീഡ് ആക്ടിവിറ്റീസിനൊന്നും ഇങ്ങനെയുള്ള റെഗുലേഷൻസ് ഇല്ല. സോ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് അറിഞ്ഞാൽ തന്നെ ആൻസറിലേക്ക് എത്തി. ആൻസർ ഡി. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് നോട്ട് കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. ഓക്കെ, സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംശയം വരാം, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എവിടെയോ കേട്ടിട്ടുണ്ട്, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എക്സംപ്റ്റഡ്. അലീഡ് അഗ്രികൾച്ചറൽ, നിങ്ങൾക്ക് സംശയം വരാൻ പോകുന്നത് അവിടെയല്ല. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, അലീഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിലുള്ള അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. സോ ഇന്ത്യൻ ഗവൺമെന്റ്, ഗാന്ധിജിയുടെയൊക്കെ വിഷൻ എന്താണ്? വില്ലേജ് റിപ്പബ്ലിക്, വില്ലേജ് സ്വരാജ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ റൂറൽ ഏരിയയിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാകൂ എന്നൊരു സംശയം വരാം. അങ്ങനെ സംശയമൊന്നും വേണ്ട. ഇൻകം ടാക്സ് റൂറൽ അർബൻ എന്നൊരു ഡെഫിനീഷനോ ഡിസ്ക്രിപ്ഷനോ ഒന്നും അതിലില്ല. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ആണോ അതിന് എക്സംഷൻ ഉണ്ട് സെക്ഷൻ 10 പ്രകാരം. പക്ഷേ അലീഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി നടത്തുകയാണ്. നിങ്ങൾ തൊട്ടടുത്ത് തന്നെ അരി പൊടിപ്പിക്കുന്ന ഒരു മില്ലുണ്ട്. മില്ല് നിങ്ങളുടെ തന്നെ അരി നിങ്ങൾ പൊടിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു? കയറ്റി അയക്കുകയാണ്, എക്സ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ എക്സ്പോർട്ട് ചെയ്യുന്നതിനും ആ അരി പൊടിപ്പിക്കുന്നതും മെഷീനറി ആയിട്ട് കണക്കാക്കുകയും ബിസിനസ് ഇൻകം ആയിട്ട് കണക്കാക്കുകയും ചെയ്യും. അല്ലാണ്ട് ഉള്ള എക്സംഷനുകൾ ഒന്നുമില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇൻ ഇന്ത്യ റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ, സോ ഇന്ത്യയിൽ അത് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റും ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറഞ്ഞൊരു ടാക്സ് ഉണ്ട്. ഓക്കെ, സോ ക്യാപിറ്റൽ അസറ്റ് വിറ്റ് കഴിയുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടാകും. അതിന് കൃത്യമായിട്ട്, ഫോർ എക്സാമ്പിൾ, ഞാൻ നമ്മളുടെ എറണാകുളത്തെ കാക്കനാട് ഏരിയയിൽ, അല്ലെങ്കിൽ എറണാകുളത്തെ MG റോഡിന്റെ പക്കത്ത് എനിക്ക് 1991 എന്റെ ഫാദറിന് ഒരു 10 സെന്റ് ഭൂമി ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം വാങ്ങിച്ചത് അത് വെറും ഒരു 10,000 രൂപയ്ക്കാണ്. എക്സാമ്പിൾ ആണേ, 10,000 രൂപയ്ക്കാണ്. ഓക്കെ, പക്ഷേ 2010 ആയപ്പോഴേക്കും 1 സെന്റിന് 1 കോടി രൂപ വെച്ച് തരാൻ, അല്ലെങ്കിൽ 1 സെന്റിന് ഒരു 30 ലക്ഷം രൂപ വെച്ച് തരാനെങ്കിലും ആളുകൾ എവിടെയുണ്ട്? നമ്മളുടെ MG റോഡ്, എറണാകുളം MG റോഡിന്റെ ഭാഗത്തും കാക്കനാട് ഭാഗത്തും ഉണ്ട്. ഓക്കെ, സോ ഞാൻ 10,000 രൂപയ്ക്ക് വാങ്ങിച്ച 1990 10,000 രൂപയ്ക്ക് വാങ്ങിച്ച പ്രോപ്പർട്ടി 2020-25 കാലഘട്ടം ആകുമ്പോഴേക്കും എന്ത് പറ്റും? ഇറ്റ്സ് ഗെയിൻ ഇൻക്രീസ്. ആ ക്യാപിറ്റൽ അസറ്റിന്റെ ഗെയിൻ ഇൻക്രീസ് ചെയ്യുകയാണ്. സോ ഈ ഇൻക്രീസിന്, ഈ ക്യാപിറ്റൽ ഗെയിൻസിന് ഞാൻ ടാക്സ് കൊടുക്കണം.
അത് ഇൻകം ടാക്സിന്റെ അണ്ടറിലാണ് ഞാൻ ടാക്സ് കൊടുക്കുന്നത്, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. സോ അഗ്രികൾച്ചറൽ ലാൻഡ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു പാടമാണ് അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ആണെങ്കിൽ അത് ഈ ക്യാപിറ്റൽ അസറ്റിന്റെ അണ്ടറിൽ പെടുന്നില്ല. സോ നിങ്ങൾക്ക് ക്യാപിറ്റൽ അസറ്റ് വേണമെങ്കിൽ വാങ്ങാം, അഗ്രികൾച്ചറൽ ലാൻഡ് വേണമെങ്കിൽ വാങ്ങാം, വിൽക്കാം. അതൊന്നും ഈ ക്യാപിറ്റൽ അസറ്റിന്റെ ടാക്സ് നിങ്ങൾ കൊടുക്കണ്ട. ഓക്കെ, അത് ഇൻകം ടാക്സിൽ പെർട്ടിക്കുലർലി പറയുന്നുണ്ട്. ആ ഒരു ഡിസ്കഷനിലേക്ക് പോയില്ലെങ്കിലും ഈ റൂറൽ ഏരിയയിൽ നിങ്ങൾ എന്താണ് പെട്ടു പോവാതിരുന്നു കഴിഞ്ഞാൽ അലീഡ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിനെ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഓപ്ഷൻ ഡിയിലേക്ക്, സെക്ഷൻ ഡിയിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, സോ അങ്ങനെയാണ് നിങ്ങളപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വാങ്ങിക്കുക എന്നല്ല, വായിക്കുക. ഓക്കെ, സോ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചിട്ട് എന്താണ് ആൻസർ ചെയ്യുക, കോമൺ സെൻസ് യൂസ് ചെയ്യുക. ഓക്കെ, സോ അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്.